ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ. പൂജയ്ക്ക് ഒട്ടും വയ്യ, അനങ്ങാൻ വയ്യാതെ പൂജ ബിഗ് ബോസ് വീടിനകത്ത് കിടക്കുന്നു. മേക്കേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ കുറച്ച് മെഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം കൂടി അകത്ത് വന്ന് പൂജയെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോവാണ്. സ്ട്രക്ചറിൽ പൂജയെ എടുത്ത് കിടത്തിക്കൊണ്ട് പൂജയെ എടുത്തുകൊണ്ട് പോവാണ്. പൂജ ആകെ കരച്ചിലാണ്, പൂജയ്ക്ക് അനങ്ങാൻ വയ്യ. ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ്. മാത്രമല്ല, സിബിൻ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് സംഭവം, സത്യം എന്തോന്നാണ്, പ്രൊമോയ്ക്കകത്ത് എന്താണെന്നാണ് പറയുന്നത്. പ്രൊമോ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആയിട്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ പ്രൊമോക്കകത്ത് ആദ്യം തന്നെ കാണിക്കുന്നത് പവർ റൂമിൽ പൂജ കിടക്കുവാണ്. ശരണി അവിടെ പൂജ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൂജ കരയാണ്, പൂജ അനങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ഋഷി ക്യാമറ നോക്കി പറയുന്നുണ്ട് പൂജയുടെ കാര്യം കണ്ടീഷനത്തിൽ സിവിയർ ആണ്, പൂജയ്ക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സ്റ്റോർ റൂം വഴി സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്ന സ്ട്രക്ചറും എടുത്തുകൊണ്ട് ഒരു 3-4 പേര് മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് പവർ റൂമിനകത്തേക്ക് വരുന്നു. പൂജയെ എടുത്ത് അതിൽ കിടത്തിക്കൊണ്ട് സ്റ്റോർ റൂം വഴി തന്നെ അവർ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തോ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. അതിനുശേഷം സിബിൻ നമ്മുടെ മെയിൻ എൻട്രൻസ്, വീടിനകത്തേക്ക് കയറുന്ന മെയിൻ എൻട്രൻസിൽ അവിടെ പോയി ചാരി ഇരുന്നുണ്ട്. ബിഗ് ബോസ്, എനിക്ക് ഇവിടെ നിന്ന് പോകണം, എന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് സിബിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് സിബിൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ സിബിൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു, എനിക്കിനി ഇവിടെ പറ്റില്ല, എനിക്ക് ഇവിടെ നിന്ന് പോകണം ബിഗ് ബോസ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് പ്രൊമോക്കകത്തുനിന്ന് എനിക്ക് മനസ്സിലായത് പൂജയ്ക്ക് അനങ്ങാൻ വയ്യാത്ത എന്തോ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ മുമ്പുണ്ടായിരുന്ന എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഷോക്ക് വന്നതാണോ എന്നും നമുക്കൊന്നും അറിയത്തില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതുവരെയും എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടില്ല. ഇന്ന് നടന്ന സംഭവമാണ്, ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അറിയുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം. ഇനി സിബിൻ കാരണമാണോ ഇങ്ങനെ ആയെന്ന് അറിയില്ല. കാരണം സിബിനും സെയിം ടൈം പൂജ ഹോസ്പിറ്റലിലാവുന്ന സെയിം ടൈം തന്നെ സിബിനും മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്, മെൻ്റലി തകർന്നു പോവാണ്. പിന്നെ സിബിൻ എന്തെങ്കിലും പൂജയെ പറഞ്ഞിട്ടാണോ പൂജ അങ്ങനെ ആയത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതാണ്, പ്രൊമോ കണ്ടിട്ട് പറഞ്ഞു, അങ്ങനെയാണോ എന്നറിയില്ല. അതോ ഇനി പൂജ അങ്ങനെ ആയത് കണ്ടിട്ട് സിബിന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വന്നിട്ട് സിബിൻ അങ്ങനെ ക്വിറ്റ് ചെയ്യാൻ പോകുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കാരണം ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ ആയിപ്പോയി. പൂജ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ കാര്യം ഉടനെ എന്തായാലും അറിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.